ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിലെ 3rd ചാപ്റ്റർ ക്വസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആണ്. ഇതിൻ്റെ ഓതർ കിറ്റി ഗെയിൽ ഫെർഗൂസൺ ആണ്. ആദ്യം നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഈസ് എ സയൻസ് റൈറ്റർ, ലെക്ചറർ ആൻഡ് എ ഫോമർ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ. അവർ ഒരു സയൻസ് റൈറ്റർ ആയിരുന്നു, ലെക്ചറർ ആയിരുന്നു, ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിരുന്നു. ഷീ ഹാസ് ഓതേർഡ് ന്യൂമറസ് സയൻസ് ബുക്സ് ഇൻക്ലൂഡിംഗ് ബുക്സ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ്. ധാരാളം സയൻസ് ബുക്കുകൾ അവർ എഴുതിയിട്ടുണ്ട്. ഫെർഗൂസൺസ് വർക്ക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് ആക്യുറസി. ഫെർഗൂസൻ്റെ വർക്കുകളുടെ പ്രത്യേകത വളരെ ഡീറ്റെയിൽ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളൊരു കഴിവ് ഫെർഗ്യൂസിന് ഉണ്ടായിരുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹം അതിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നും പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് ഫിസിക്സിൻ്റെ സൂപ്പർനോവ എന്ന് അറിയപ്പെട്ടതെന്നും ആണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉള്ളത്. ക്വസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ. First paragraph. In the Cockcroft Lecture Room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. ഇപ്പോൾ ഏപ്രിൽ 29, 1918 കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ കുറേയധികം സയൻറ്റിസ്റ്റും യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസും ഒരുമിച്ച് കൂടിയിരിപ്പുണ്ട്. പല നിലകളിലായിട്ട് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ ധാരാളം ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരുടെ മുന്നിൽ ഒരു ചോക്ക് ബോർഡ്, സ്ലൈഡ്, സ്ക്രീന് ഒക്കെയുണ്ട്. ഒക്കേഷൻ എന്ന് പറയുന്നത് ദ ഒക്കേഷൻ വാസ് ദ ഇനോഗ്രൽ ലെക്ചർ ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ഇനോഗ്രൽ ലെക്ചർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഇനോഗ്രൽ ലെക്ചർ തരുന്നത് ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. അദ്ദേഹത്തിന് 38 ഇയർ ഓൾഡ് മാത്തമാറ്റീഷ്യൻ, 38 വയസ്സ് മാത്രമാണുള്ളത്. ആൻഡ് എ ഫിസിസിസ്റ്റ്, അദ്ദേഹം ഒരു ഫിസിസിസ്റ്റും കൂടെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഇനോഗ്രൽ സെഷൻ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്, സയൻറ്റിസ്റ്റ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എവിടെയാണ്? കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ, കേംബ്രിഡ്ജിൽ കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലെക്ചറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. തിയററ്റിക്കൽ ഫിസിക്സിന് അവസാനം ആയോ? അതായിരുന്നു ആ ലെക്ചറിൻ്റെ ടൈറ്റിൽ. ഹോക്കിംഗ് സ്റ്റാർട്ടിൽഡ് ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹീ തോട്ട് ഇറ്റ് വാസ്. ഇപ്പോൾ ഹോക്കിങ്സ് പറയുകയാണ്, അദ്ദേഹം ചിന്തിക്കുന്നു എന്ത്? തിയററ്റിക്കൽ ഫിസിക്സിന് എൻഡ് ആയി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ഇപ്പോൾ ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ദ കപ്പ് സെറ്റ് ടു ബി യൂസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് സപ്പർ. ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് ജീസസ് ക്രൈസ്റ്റ് കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ച കപ്പാണ് എന്ത്? ഹോളി ഗ്രെയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നു, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് എങ്ങോട്ട് പോകാം? സയൻസിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തേക്ക് പോകാം. ഹോളി ഗ്രെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം അല്ലെങ്കിൽ ഭാഗം എന്നാണ്. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. അപ്പോൾ അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുകയാണ് യൂണിവേഴ്സിനെ കുറിച്ചും അതിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനായിട്ട് എല്ലാവരെയും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സ് അവിടേക്ക് വരുന്നത് ഒരു വീൽ ചെയറിലാണ്. ആ വീൽ ചെയറിൽ അദ്ദേഹം സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ലെക്ചർ വായിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ആ ലെക്ചർ പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. Judged by the appearance alone, Hawking didn't seem a promising choice to lead any adventure.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഹോക്കിങ്സിൻ്റെ ആ പുറമേയുള്ള ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതുപോലെയുള്ള ഒരു ലെക്ചർ ചെയ്യാൻ പ്രാപ്തനാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയധികം ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. അദ്ദേഹം ജനിക്കുന്നത് ജാനുവരി 8th 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് ജനിച്ചത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ, ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്ന ഗലീലിയോയുടെ ഡെത്തിന് എക്സാക്ട്ലി 300 yearsന് ശേഷമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. സ്റ്റീഫൻസ് പാരൻസ് വെയർ നോട്ട് വെൽത്തി ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. സ്റ്റീഫൻ്റെ പാരൻസിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. അവർ അത്ര വെൽത്തിയൊന്നും ആയിരുന്നില്ല, പക്ഷേ വാല്യൂ ഓഫ് എഡ്യൂക്കേഷനിൽ അവർ വിശ്വസിച്ചിരുന്നു. സോ ദേ പ്ലാൻഡ് ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ്മിനിസ്റ്റർ, എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ. അങ്ങനെ സ്റ്റീഫനെ വെസ്റ്റ്മിനിസ്റ്ററിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സ്കൂളിൽ ചേർക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. പക്ഷേ അതിൻ്റെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ സമയമായപ്പോഴേക്കും അദ്ദേഹം രോഗിയായിരുന്നു. അതുകൊണ്ട് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. അങ്ങനെ അദ്ദേഹം ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂളിൽ ചേരേണ്ടതായിട്ട് വന്നു. ബൈ ദ ടൈം ഹി വാസ് 8, ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. 8 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആകാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ. ഫ്രാങ്കിന് ഹോക്കിങ്സിനെ ഒരു മെഡിസിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം, മെഡിസിന് ചേർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു താല്പര്യം. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ്. പക്ഷെ സ്റ്റീഫൻ ചിന്തിക്കുന്നത് ബയോളജി അത്ര കൃത്യതയുള്ള ഒരു സംഭവമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്ട് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത് എക്സാക്ട് ആൻസർ കിട്ടുന്ന സബ്ജക്റ്റുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കറക്റ്റ് ഉത്തരമുള്ള സബ്ജക്റ്റുകൾ, അതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത്. ബയോളജിയെ സംബന്ധിച്ച് ഒരു എക്സാക്ട് ആൻസർ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഇംപ്രിസൈസ് ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്. യങ് സ്റ്റീഫൻ വാസ് നോ പ്രോഡിഗി. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്, സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. യങ് സ്റ്റീഫൻ ഒരു വലിയ ബുദ്ധിമാനൊന്നും ആയിരുന്നില്ല, സാധാരണ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു. വായിക്കാനും എഴുതാനും ഒക്കെ സ്ലോ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ പരിതാപകരമായിരുന്നു. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്, ദോ ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. അദ്ദേഹം ആദ്യത്തെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ ക്ലാസ് ഒരു ബ്രൈറ്റ് ക്ലാസ് ആണെന്ന്. അറ്റ് 14 സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹി വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. 14 വയസ്സായപ്പോൾ അവൻ ചിന്തിച്ചു മാത്തമാറ്റിക്സും ഫിസിക്സും ഫോളോ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ ഫോർ ദെയർ വെയർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. അപ്പോൾ അവൻ്റെ ഫാദർ അവനോട് പറഞ്ഞു, മാത്തമാറ്റിക്സ് എടുത്താൽ അതിന് വലിയ ജോലി സാധ്യതയൊന്നും ഉണ്ടാവത്തില്ല, ടീച്ചിങ് എന്ന ഒരു ഓപ്ഷൻ മാത്രമേ മാത്തമാറ്റിക്സിന് ഉള്ളൂ എന്ന് അവനോട് പറഞ്ഞു കൊടുത്തു. മോറോവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരൻ്റ് അദ്ദേഹം പഠിച്ച കോളേജിൽ തന്നെ ഇവനെ ചേർക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഓക്സ്ഫോർഡ് ആയിരുന്നു, പക്ഷേ അവിടെ മാത്തമാറ്റിക്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഹി ഫോളോ ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി. അങ്ങനെ ഫാദറിൻ്റെ അഡ്വൈസ് അവൻ സ്വീകരിച്ചു, കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിച്ചു. ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്, കുറച്ച് മാത്രമേ മാത്തമാറ്റിക്സ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. in preparation for the entrance into Oxford. He did well in physics and interview was brilliantly accepted. അങ്ങനെ നന്നായിട്ട് ഫിസിക്സ് അവൻ പെർഫോം ചെയ്തു, ഇൻ്റർവ്യൂവിൽ അവൻ അക്സെപ്റ്റഡ് ആയി. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. അങ്ങനെ 1955 17 വയസ്സുള്ളപ്പോൾ ഹോക്കിങ്സ് ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തു. നാച്ചുറൽ സയൻസ് ആണ് അവൻ പഠിക്കുന്നത്, സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഫിസിക്സിലാണ്. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഫൗണ്ടഡ് ഇൻ 1249 AD. അങ്ങനെ അദ്ദേഹത്തിൻ്റെ
ഫാദറിൻ്റെ കോളേജായ ഓക്സ്ഫോർഡിൽ അവൻ ജോയിൻ ചെയ്തു. ആ കോളേജ് ഫൗണ്ട് ചെയ്തത് 1249 AD അവിടെ അദ്ദേഹം പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ്. Nevertheless, for about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. ഇപ്പം ആദ്യത്തെ ഒരു വർഷം, ഒരു 1.5 വർഷത്തോളം അദ്ദേഹം ലോൺലി ആയിട്ട് ഫീൽ ചെയ്തു, ബോറടിച്ചു അദ്ദേഹത്തിന് നന്നായിട്ട്. അദ്ദേഹത്തിൻ്റെ ബോറിഡം മാറ്റാനായിട്ട് അദ്ദേഹത്തിന് ഒന്നും സാധിച്ചില്ല, അക്കാഡമിക്കലി പെർഫോം ചെയ്യാനൊന്നും സാധിച്ചില്ല. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. എന്നാൽ സെക്കൻഡ് ഇയറിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്. അങ്ങനെ അദ്ദേഹം ആ കോളേജിൽ പോപ്പുലറായി, എല്ലാ കൂട്ടുകാരുടെ ഇടയിൽ അക്സെപ്റ്റഡായി. ദേ റിമെമ്പർ ഹിം ആസ് ലൈവ്ലി, ബയൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ. അവരെല്ലാം അദ്ദേഹത്തെ ഓർക്കുന്നത് വളരെ ലൈവ്ലി ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, വൈബ്രൻ്റ് ആയിട്ടുള്ള, അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്. ഹി വോർ ഹിസ് ഹെയർ ലോങ്, വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. അദ്ദേഹത്തിന് നീളമുള്ള ഹെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നന്നായിട്ട് വിറ്റ് പറഞ്ഞിരുന്നു. ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെട്ടു, സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം അവിടെ പെർഫോം ചെയ്തു. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. തേർഡ് ഇയറിൻ്റെ ആ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഹോക്കിങ്സ് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു, ഒത്തിരി സ്ട്രഗിൾ ചെയ്യാനായിട്ട് ഉണ്ടായി. പിന്നീട് അദ്ദേഹം മെയിനായിട്ട് എടുത്തിരുന്നത് തിയററ്റിക്കൽ ഫിസിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നീട് അദ്ദേഹത്തിന് PhDക്ക് പോകേണ്ടതായിട്ടുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ മാത്രമേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ആദ്യമൊക്കെ ഹോക്കിംഗ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അങ്ങനെ എക്സാമിനേഷൻ ഡേ വന്നു, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. അങ്ങനെ ആ എക്സാമിന് ശേഷം അദ്ദേഹം ഒരു ബോർഡർ ലൈനിലാണ് എത്തിയിരുന്നത്. ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ഒരു ബോർഡർ ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നത്. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്, ദ എക്സാമിനർ സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻ ഹിം അബൌട്ട് ഹിസ് പ്ലാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ബോർഡർ ലൈൻ റിസൾട്ടാണ് കയ്യിലുള്ളത്. എക്സാമിനേഴ്സ് അവനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചു. അവനോട് അവൻ്റെ പ്ലാൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. അപ്പം സാധാരണ അവസ്ഥയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം ആ ടെൻഷനെയൊക്കെ മാനേജ് ചെയ്തു. അദ്ദേഹം അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം നന്നായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തു. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. അപ്പം അദ്ദേഹം മറുപടി പറയുകയാണ് എക്സാമിനേഴ്സിനോട്, എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിലേക്ക് പോകും, എനിക്ക് സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം എക്സാമിനേഴ്സിന് റിപ്ലൈ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി ആൻഡ് ഹി വെൻറ്റ് ടു കേംബ്രിഡ്ജിലേക്ക് ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓക്സ്ഫോർഡ്. കേംബ്രിഡ്ജിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഷം ഓക്സ്ഫോർഡിലെ ആദ്യത്തെ വർഷത്തേക്കാൾ വളരെ മോശമായിരുന്നു. ഹിസ് സ്ലിപ്പ് ഷോർട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. ശരിക്കും അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ വലിയ അറിവില്ല, കാരണം മാത്തമാറ്റിക്സിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് വലിയ അറിവ് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ജനറൽ റിലേറ്റിവിറ്റി വളരെ പാടായിട്ട് അദ്ദേഹത്തിന് തോന്നി. അനദർ ഫാർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം എറോസ് ദെൻ. അതുമാത്രമല്ല, ശാരീരികമായിട്ടും ചില പ്രോബ്ലംസ് അദ്ദേഹത്തിന് ഉണ്ടായി. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ്, ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. അദ്ദേഹം
ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ശരീരത്തിൽ എന്തൊക്കെയോ വിചിത്രമായ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം പല പ്രാവശ്യം വീണിരുന്നു. ദ ഫോളോയിങ് ഓട്ടം അറ്റ് കേംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ് ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് വെച്ച് അദ്ദേഹം ഷൂ കെട്ടാൻ ശ്രമിക്കുമ്പോൾ കെട്ടാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ചില പ്രശ്നങ്ങൾ, പിന്നെ സംസാരിക്കാനുള്ള പ്രയാസം, അങ്ങനെ ചില ഡിഫിക്കൽട്ടീസ് അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങി.